ഹലോ ഓൾ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അറേസ് ആൻഡ് പോയിൻറ്റേഴ്സ് ആണ്. ഇപ്പോൾ അറേ എന്ന് പറഞ്ഞാൽ എന്താണ്, പോയിൻറ്റേഴ്സ് എന്താണ്, അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ സിൻറ്റാക്സും പ്രോഗ്രാംസും ഒക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, പോയിൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പാണ്. ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഡേറ്റ ടൈപ്പിനെയാണ് നമ്മൾ പോയിൻറ്റർ എന്ന് പറയുക. അപ്പോൾ പോയിൻറ്റർ എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്, എന്തിലേക്ക് പോയിൻറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതേ മീനിങ് തന്നെയാണ് പോയിൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേരിയബിളിനകത്ത് നമ്മളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് അതിനകത്തേക്ക് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ അത് മെമ്മറി പോയി സ്റ്റോർ ആവുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ മെമ്മറിയിൽ എവിടേക്കാണ് ആ ഒരു വേരിയബിൾ പോയി സ്റ്റോർ ആയിരിക്കുന്നത്, അതിൻ്റെ അഡ്രസ്സ് ഏതാണ്, അതിൻ്റെ അഡ്രസ്സിലേക്ക് പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡേറ്റ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോയിൻറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ മൾട്ടിപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാർ എന്നുള്ള സിമ്പിളാണ് നമ്മൾ പോയിൻറ്ററിനെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോയിൻറ്റേഴ്സ് എന്താണ്, പോയിൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഫർ ചെയ്യുകയാണ്, മറ്റൊരു വേരിയബിളിനെ റെഫർ ചെയ്യാണ്, ആ വേരിയബിളിൻ്റെ അഡ്രസ്സിലേക്ക് പോയിൻറ്റ് ചെയ്യുന്നു. ആ വേരിയബിളിൻ്റെ ഡേറ്റയല്ല, ആ വേരിയബിളിനകത്ത് എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, അതിന് 10 എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ആ 10 എന്ന് പറയുന്ന വാല്യൂവിലേക്കല്ല അത് പോയിൻറ്റ് ചെയ്യുക, ആ വാല്യൂ സ്റ്റോർ ആയിരിക്കുന്ന മെമ്മറി ലൊക്കേഷൻ ഏതാണോ, അതിൻ്റെ അഡ്രസ്സ് ഏതാണോ അതിലേക്കാണ് പോയിൻറ്റർ പോയിൻറ്റ് ചെയ്യുക. നമ്മുടെ മെമ്മറിക്കകത്ത് എവിടെയാണോ ഈ കാര്യം പോയി സ്റ്റോർ ആയിരിക്കുന്നത് അതിലേക്ക് പോയിൻറ്റ് ചെയ്യുന്നു, അഡ്രസ്സിനെ റെഫർ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് പോയിൻറ്റർ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സിൻറ്റാക്സ് ആണ് കൊടുത്തിരിക്കുന്നത്, ഡേറ്റ ടൈപ്പ് സ്റ്റാർ പോയിൻറ്റർ നെയിം. അതിൻ്റെ എക്സാമ്പിൾ ഇൻറ്റ് സ്റ്റാർ PTR. അപ്പോൾ ആ ഒരു PTR എന്നുള്ളത് നമ്മൾ കൊടുത്തിരിക്കുന്ന പോയിൻറ്ററിൻ്റെ നെയിമാണ്, ഒരു വേരിയബിൾ നെയിമാണ്. സ്റ്റാർ PTR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PTR എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു പോയിൻറ്ററിനെ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇൻറ്റു PTR എന്ന് വെച്ചാൽ ഇൻറ്റിജർ ടൈപ്പിലുള്ളൊരു പോയിൻറ്റർ ആയിരിക്കും അത്. അപ്പോൾ അത് വെച്ചുള്ളൊരു എക്സാമ്പിളാണ് നമ്മൾ കൊടുത്തിരിക്കുക. അപ്പോൾ ഇൻറ്റ് PTR A = 10. അപ്പോൾ A എന്ന് പറഞ്ഞൊരു വേരിയബിളും അതിന് 10 എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മൾ ഓൾറെഡി അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിൻറ്ററിനെ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് PTR പോയിൻറ്റർ ആംപർസാൻഡ് A. ഈ ആംപർസാൻഡ് എന്ന് പറഞ്ഞ സിമ്പിളാണ് നമ്മളെപ്പോഴും അഡ്രസ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സിമ്പിൾ നേരത്തെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പഠിച്ച സമയത്ത് പഠിച്ചിരുന്നു. ആൻഡ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി 2 ആൻഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആൻഡ് ഓപ്പറേഷൻ ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ സിംഗിൾ ആയിട്ടുള്ള ഈ ഒരു ആൻഡ് ഓപ്പറേറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ആംപർസാൻഡ് സൈൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മെമ്മറി ലൊക്കേഷനെയാണ് എപ്പോഴും റെഫർ ചെയ്യുക. മെമ്മറി അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. അപ്പോൾ PTR ആംപർസാൻഡ് A എന്ന് പറഞ്ഞു കൊടുത്താൽ A എന്ന് പറയുന്ന വേരിയബിൾ ഏത് മെമ്മറി അഡ്രസ്സിലാണോ സ്റ്റോർ ആയിരിക്കുന്നത് ആ അഡ്രസ്സ് PTR എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പോയിൻറ്ററിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ, ഈ ഒരു കോഡിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്, നമ്മൾ 2 Cout കൊടുത്തിട്ടുണ്ട്, 2 പ്രിൻറ്റിങ് മെസ്സേജസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ മെസ്സേജിൽ അഡ്രസ് ഓഫ് എയുടെ അഡ്രസ്സ് എത്രയാണോ അത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പത്തെ സെൻറ്റൻസിൽ എന്തിനാണ് ചെയ്തിരിക്കുന്നത്, എയുടെ അഡ്രസ്സിനെ PTRലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ PTRനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചാൽ മതി, അപ്പം എയുടെ അഡ്രസ്സ് ഏതാണെന്നുള്ളത് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അഡ്രസ് ഓഫ് A എന്ന് പറഞ്ഞിട്ട് PTRനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇനി അങ്ങനെയല്ല, നമുക്ക് എയുടെ വാല്യൂവും കൂടെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടണം. എയുടെ വാല്യൂവിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് Cout വാല്യൂ ഓഫ് A = സ്റ്റാർ PTR എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂ എന്താണോ ആ വാല്യൂ ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ PTR എന്ന് പറയുന്നതിൻ്റെയും സ്റ്റാർ PTR എന്ന് പറയുന്നതിൻ്റെയും ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് 2 വാല്യൂസ് ആയിരിക്കും, 2 തരത്തിലുള്ള വാല്യൂസ് ആയിരിക്കും. അഡ്രസ്സ് എന്ന് പറയുന്നത് മെമ്മറി ലൊക്കേഷനിൽ ഏത് അഡ്രസ്സിലാണോ അത് പോയി സ്റ്റോർ ആയിരിക്കുന്നത് എന്നുള്ള അഡ്രസ്സ് ആയിരിക്കും. അത് നമുക്ക് ഒരു പ്രോഗ്രാം ചെയ്യുന്ന യൂസർക്ക് ആ അഡ്രസ്സ് അറിയില്ല, ഏത് മെമ്മറി ലൊക്കേഷനാണ് പോയി സ്റ്റോർ ആയിരിക്കും എന്നുള്ള അഡ്രസ്സ് അറിയില്ല, അത് കമ്പ്യൂട്ടറിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിനാണ് നമുക്കിവിടെ ഈ ഒരു ആംപർസാൻഡ് A പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത്. ഇത്രയാണ് പോയിൻറ്റർ, ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സിലേക്ക് പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പാണ് പോയിൻറ്റർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്തൊരു ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പായ അറേസ് ആണ്. അറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ഡേറ്റ ടൈപ്പുള്ള വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ്റെ കളക്ഷനെയാണ് അറേസ് എന്ന് പറയുക. അപ്പോൾ അറേ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ അധികം ഡേറ്റയാണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ അറേക്ക് അതിൻ്റേതായ ഒരു സൈസ് ഉണ്ടായിരിക്കും, നമ്മൾ എത്ര സൈസാണോ പറഞ്ഞിരിക്കുന്നത് അത്രയും ഡേറ്റയാണ് നമുക്ക് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും, 1 by 1 ആയിട്ട് ഇങ്ങനെ അടിക്കടിക്ക് വെച്ചിരിക്കുന്ന സെല്ലുകളാണ് അറേസ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടാണ് അതിനകത്ത് ഡേറ്റ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പോകുന്നത്.
അപ്പോൾ അതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റിജർ ടൈപ്പിലാണ് നമ്മൾ ഈ അറേനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇൻറ്റിജർ വാല്യൂസ് മാത്രമേ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അതിനിടയ്ക്ക് നമ്മൾ ക്യാരക്ടർ ആയിട്ടുള്ള ഡേറ്റാനെ റീഡ് ചെയ്ത് അറേയിലേക്ക് വെക്കാമെന്ന് പറഞ്ഞാൽ അത് സാധിക്കില്ല. സെയിം ടൈപ്പ് ഓഫ് ഡേറ്റാസിനെ മാത്രം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, യുണീക്ക് ആയിട്ടുള്ള ഡേറ്റാസിനെ മാത്രം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിൻ്റെ കളക്ഷനാണ് അറേസ്. അതിൻ്റെ സിൻറ്റാക്സ് ആണിത്. റിട്ടേൺ ടൈപ്പ്, അറേ നെയിം, സൈസ്. എക്സാമ്പിൾ ഇൻറ്റ് എ ഓഫ് 10 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന അറേയുടെ നെയിമാണ്, അത് 10 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അറേയുടെ സൈസാണ്. അതുകൊണ്ട് 10 ഡേറ്റാണ് നമുക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ നമ്മൾ 100 എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 100 ഡേറ്റാസിനെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അത് മുഴുവൻ ഇൻറ്റിജർ ടൈപ്പിലുള്ളതായിരിക്കണം എന്നുള്ള ആ ഒരൊറ്റ കാര്യം മാത്രമേ ഇതിനകത്തുള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മുതൽ 10 വരെയുള്ള, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഏതൊരു ലിമിറ്റാണോ അത് വരെയുള്ള നമ്പേഴ്സിനെ 1 by 1 ആയിട്ട് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. അതാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ 1 തൊട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് ഏതാണോ അതുവരെയുള്ള ഡേറ്റ അതിനെ പ്രിൻറ്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ നമുക്ക് അതിനൊരു ലൂപ്പിനകത്തിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ അറേസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വോയിഡ് മെയിൻ തൊട്ട് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ ഇൻറ്റ് എ ഓഫ് n എന്ന് പറഞ്ഞു കൊടുത്തു. ഞാനിവിടെ സൈസ് കൊടുത്തിട്ടില്ല, വേണമെങ്കിൽ നമുക്കിവിടെ സൈസ് കൊടുത്തിട്ടും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സൈസ് കൊടുക്കാതെ എ ഓഫ് n എന്ന് പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ i എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് അറേയുടെ ലിമിറ്റ് എത്രയാണെന്ന് കൊടുത്തു. ഈ ലിമിറ്റിനകത്ത് ഞാനിപ്പോൾ 10 എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് 10 വേരിയബിളിനെ ഇവിടെ എനിക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിന് ജസ്റ്റ് ഫോർ ലൂപ്പിലേക്ക് കൊടുത്തു. ഐയുടെ വാല്യൂ 1, ഐ ലെസ് ദാൻ n എത്രയാണോ ഞാൻ കൊടുക്കുന്നത് 10 ആണെങ്കിൽ 10. ദെൻ അത് കഴിഞ്ഞിട്ട് ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുക. അപ്പോൾ എൻ്റെ ഈ കണ്ടീഷൻ ഫോൾസ് ആകുന്നവരെ ഓരോ തവണ ഈ ലൂപ്പിങ്ങിന് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കും. എനിക്ക് 1 തൊട്ട് ഞാൻ എന്നിന് ഏത് വാല്യൂ ആണ് കൊടുക്കുന്നത് അത്രയും തവണ എനിക്ക് ഈ കാര്യത്തിന് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് നമ്മുടെ C++നകത്ത് അറേസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ള പ്രോഗ്രാം.